സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് ഒരു വചനം പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നു. സദൃശവാക്യങ്ങൾ അധ്യായം 17 വാക്യം 17. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സദൃശവാക്യങ്ങൾ 17 അധ്യായം 17 വാക്യത്തിൽ 2 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് സൂചിപ്പിക്കുകയാണ്. ആദ്യമായി പറയുന്നത്, എല്ലാ കാലത്തും നമ്മെ സ്നേഹിക്കുന്ന ഒരു സ്നേഹിതനെ കുറിച്ചാണ്. നമ്മുടെ ബന്ധുമിത്രാദികളായി, സഹോദരങ്ങളായി, വേണ്ടപ്പെട്ടവരായി, ചാർച്ചക്കാരായി, അയൽവാസികളായി, സുഹൃത്തുക്കളായി വളരെയധികം സ്നേഹിതന്മാർ നമുക്കുണ്ടാകാം. എന്നാൽ അവർ എല്ലാ കാലത്തും നമ്മെ സ്നേഹിക്കണമെന്നില്ല. എല്ലാ കാലത്തും അഥവാ ജീവപര്യന്തം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹിതൻ കർത്താവായ യേശുവാണ്. ആ ദൈവം ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് ക്രൂശിലൂടെ എൻ്റെ ജീവനെ തന്നെ നൽകിക്കൊണ്ടാണ്. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ നൽകുന്നതിലും അധികമായ സ്നേഹം ആർക്കുമില്ല എന്ന്. അതെ, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ നൽകുന്നതിലും വലിയ സ്നേഹം ആർക്കുമില്ല. ഇങ്ങനെ തൻ്റെ പ്രാണനെ തന്നെ, ജീവനെ തന്നെ നമുക്ക് വേണ്ടി നൽകിക്കൊണ്ട്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവം എല്ലാ കാലത്തും എല്ലായ്പ്പോഴും അഥവാ ജീവപര്യന്തം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹിതനാണ്. രണ്ടാമതായി ഈ വാക്യത്തിൽ പറയുന്നത്, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. അനർത്ഥകാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കഷ്ടങ്ങളിൽ, നഷ്ടങ്ങളിൽ, ശോധനകളിൽ, പരീക്ഷകളിൽ, പ്രതിസന്ധികളിൽ, രോഗങ്ങളിൽ, ഭാരങ്ങളിൽ, പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയങ്ങളാൽ നാം ഭാരപ്പെടുമ്പോൾ, ഇതെല്ലാം ചേർത്ത് ഒറ്റ വാക്കിൽ അനർത്ഥകാലമെന്ന് പറയാം. അങ്ങനെ നമുക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത പല വിഷയങ്ങളാൽ നാം ചുറ്റപ്പെട്ട് വിഷമിക്കുമ്പോൾ, ഈ സ്നേഹിതൻ അഥവാ കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവമായ സ്നേഹിതൻ നമുക്ക് സഹോദരനായിത്തീരുന്നു. അഥവാ നമുക്ക് കൂട്ടാളിയായി, കൈവിടാതെ നാം ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നു. ഇത് സംബന്ധിച്ച് 91 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തുമെന്ന്. പ്രിയ ദൈവമക്കളെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ സദൃശവാക്യങ്ങളിൽ 17 അധ്യായം 17 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ സ്നേഹിതനെ നമ്മുടെ എല്ലാമായി ഹൃദയത്തിലേക്ക് നാം ക്ഷണിക്കുകയാണെങ്കിൽ, ആ ദൈവമായ കർത്താവ് ജീവപര്യന്തം നമ്മോടുകൂടെ ഇരുന്ന് എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും വിടുവിച്ച് നമ്മെ നിത്യതയോളം
നിത്യതയോളമെന്നാൽ നാം ആ നിത്യസ്വർഗത്തിലെത്തുവോളം നമ്മെ നടത്തുവാനിടയാകും. ആമേൻ, ആമേൻ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ, മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്. കാഴ്ചയാലെയല്ല വിശ്വാസ